HSA Natural Science നമ്മൾ മൊഡ്യൂൾ 1 അനിമൽ ഡൈവേഴ്സിറ്റി വിറ്റേക്കേഴ്സ് ഓഫ് ഹൈക്കണ്ണ ക്ലാസിഫിക്കേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. കിങ്ഡം പ്രോട്ടിസ്റ്റ, സേലിയൻ ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഇനി അതിനകത്തുള്ള ചില എക്സാമ്പിൾസ് ഉണ്ട്. അത് പാരസൈറ്റിക് പ്രോട്ടോസോവൻസ് ആണ്. അതിൽ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക, അതേപോലെ ട്രിപ്നോസോമ ഗാംബിയൻസ്, അതേപോലെ പ്ലാസ്മോഡിയം വാക്സ്. ഇതിൽ മോർഫോളജി, ലൈഫ് ഹിസ്റ്ററി, പാത്തോജെനിസിറ്റി, പ്രോഫിലാക്റ്റിക് മെഷേഴ്സ്. അപ്പോൾ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ടേക്ക് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഓക്കെ, എന്താണ് എൻഡമീബ? നമ്മൾ പഠിക്കുകയുണ്ടായി. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ലാസ്റ്റ് ഗ്രൂപ്പുണ്ട്, പ്രോട്ടോസോവൻ പ്രോട്ടിസ്റ്റ് എന്ന് പറയും. പ്രോട്ടോസോവൻ പ്രോട്ടിസ്റ്റയിൽ ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ സാർക്കോഡൈൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് എടുത്തതാണ്. സാർക്കോഡൈനിൽ വരുന്നതാണ് സാർക്കോഡൈൻസിൽ വരുന്നതാണ് അമീബ, എൻഡമീബ. അപ്പോൾ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് എൻഡമീബ പഠിക്കാൻ പോവുകയാണ്. MOEBA, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഫുൾ നെയിം അതാണ്. അല്ലെങ്കിൽ അതിനെ ഡിസെൻഡറിയെ എന്ന് പറയും. ഹിസ്റ്റോളിറ്റിക്ക ഓർ ഡിസെൻഡറിയെ. സിനോണിമാണ്. സ്പീഷീസ് നെയിം അങ്ങനെയും പറയുന്നുണ്ട്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അല്ലെങ്കിൽ ഡിസെൻഡറിയെ. ഓർക്കുക, എൻഡമീബ എന്ന് പറഞ്ഞാൽ അത് ഒരു മോണോജനറ്റിക് പാരസൈറ്റ് ആണ്. എന്താണ് പാരസൈറ്റ്? നമുക്കറിയാം, പരാതം. അത് ലിവിങ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെറ്ററോട്രോപ്സിനെയാണ് നമ്മൾ പാരസൈറ്റ് എന്ന് പറയുക. ഇനി എന്താണ് ഈ മോണോജനറ്റിക് പാരസൈറ്റ്? ഉദാഹരണം പറഞ്ഞാൽ പ്ലാസ്മോഡിയം, അത് മലേറിയൽ ഫീവർ ഉണ്ടാകുന്നതാണ്. അത് ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. കാരണം ഫോർ കംപ്ലീറ്റിംഗ് ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം ഇറ്റ് നീഡ്സ് 2 ഹോസ്റ്റ്, 2 ആതിഥേയ ജീവികൾ വേണം. അത് മാൻ ആൻഡ് മോസ്കിറ്റോയാണ്. അതുകൊണ്ട് അതിനെ ഡൈജനറ്റിക് പാരസൈറ്റ് എന്ന് പറയും. ബട്ട് ഇൻ ദ കേസ് ഓഫ് എൻഡമീബ ഇറ്റ് നീഡ്സ് ഓൺലി 1 ഹോസ്റ്റ് ഫോർ കംപ്ലീറ്റിംഗ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ. അത് മാനാണ്, മനുഷ്യനാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് മോണോജനറ്റിക് പാരസൈറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് എവിടെയാണ് കാണപ്പെടുക? ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനിലെ മ്യൂക്കോസ, സബ് മ്യൂക്കോസ ലെയർ. ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ നമ്മൾ എടുക്കും. ഇൻറ്റസ്റ്റൈൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, അല്ലെങ്കിൽ അലിമെൻ്ററി കനാൽ. അലിമെൻ്ററി കനാൽ നമ്മൾ പഠിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇത് പഠിക്കാം. അത് മൗത്ത് കാവിറ്റി, ഫാരിങ്സ്, ഇസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മാൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇതെല്ലാം അലിമെൻ്ററി കനാലിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ ഇത് ഒരു ട്യൂബാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ട്രാക്റ്റ് എന്ന് പറയാം, ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗട്ട് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താണെങ്കിൽ ട്യൂബാണ്. അപ്പോൾ അതിൻ്റെ ഇന്നർ ലെയർ, പല 4 ലെയേഴ്സ് ഉണ്ട്. അതിലെ ഇന്നർമോസ്റ്റ് ലെയേഴ്സാണ്, ഓർക്കുക, ഇന്നർമോസ്റ്റ് ലെയർ മ്യൂക്കോസ, പിന്നെ അത് കഴിഞ്ഞാൽ സബ് മ്യൂക്കോസ, പിന്നെ ഇടയ്ക്ക് ഏറ്റവും വെളിയിലുള്ളതാണ് സീറോസ, അതിൻ്റെ ഇടയ്ക്കുള്ളത് മസ്കുലാരിസ്. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ളത് മ്യൂക്കോസയും, പിന്നെ അത് കഴിഞ്ഞ് സബ് മ്യൂക്കോസയുമാണ്. അപ്പോൾ ഈ മ്യൂക്കോസയിലും സബ് മ്യൂക്കോസ ലെയർ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് ഈ എൻഡമീബ കാണപ്പെടുക. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ ഭിത്തിയിലെ അല്ലെങ്കിൽ എലിമെൻ്ററി കനാലിൽ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് മ്യൂക്കോസ. അതിന് തൊട്ട് വെളിയിലുള്ളതാണ് സബ് മ്യൂക്കോസ. അപ്പോൾ മ്യൂക്കോസ ലെയറിലും സബ് മ്യൂക്കോസയിലുമായിട്ടാണ് ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക കാണപ്പെടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒക്കറൻസ് പറഞ്ഞു കഴിഞ്ഞു. ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ, മ്യൂക്കോസ ആൻഡ് സബ് മ്യൂക്കോസ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. മ്യൂക്കോസ ആൻഡ് സബ് മ്യൂക്കോസ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ഓഫ് മാൻ, ഹ്യൂമൻ. ഓക്കെ, ഇനി ഇതിൻ്റെ മോർഫോളജി ഇതെങ്ങനെയാണ്? ഇത് യൂണിസെല്ലുലാർ ആണ് എങ്കിലും അതിൻ്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്താണ്, മോർഫോളജിക്കൽ ക്യാരക്ടർ എന്താണ്? അപ്പോൾ ഇത് സിംഗിൾ സെല്ലാണെങ്കിൽ തന്നെയും ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇറ്റ് ഒക്കേഴ്സ് ഇൻ 2 ഫോംസ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ 2 ഫോംസ്. ഇത് 2 രീതിയിൽ കാണപ്പെടും. ഒന്ന് ലാർജർ, വലുതായിരിക്കും, ഫീഡിംഗ് ഫോമാണ്. അതാണ് ട്രോഫോസോയിഡ്. ട്രോഫോസോയിഡ് ഓർ മാഗ്മ സ്റ്റേജ് എന്നും പറയും. ട്രോഫോസോയിഡ് അല്ലെങ്കിൽ മാഗ്മ സ്റ്റേജ്. ശ്രദ്ധിക്കാം, ഇതാണ് ട്രോഫോസോയിഡ് അല്ലെങ്കിൽ മാഗ്മ സ്റ്റേജ്. ട്രോഫോസോയിഡ്. ഓക്കെ, അത് ലാർജർ ഫീഡിങ് സ്റ്റേജാണ്. ഇനി അടുത്തത് സ്മാളറാണ്.
അത് നോൺ ഫീഡിങ് സ്റ്റേജാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രീ സിസ്റ്റിക് ഓർ മൈന്യൂട്ട ഫോം. പ്രീ സിസ്റ്റിക് ഓർ മൈന്യൂട്ട ഫോം. ഓർക്കണം, ഇതാണ് പ്രീ സിസ്റ്റിക് അല്ലെങ്കിൽ മൈന്യൂട്ട ഫോം. പ്രീ സിസ്റ്റിക് ഓർക്കുക. അപ്പോൾ ഈ രണ്ട് ഫോംസ് ആണ് നമ്മൾ കാണുന്നത്. ഒന്ന് ട്രോഫോസോയിറ്റ്, മറ്റേത് പ്രീ സിസ്റ്റിക് ഫോം. ഓർക്കുക. ഇനി ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ട്രോഫോസോയിറ്റിനകത്താണെങ്കിൽ നോക്കാം. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാർക്കോഡൈനിലെ ലോക്കോമോട്ടറി ഓർഗാൻ എന്ന് പറഞ്ഞാൽ സീഡോപോഡിയമാണ്. അപ്പോൾ ഇതിനകത്ത് സീഡോപോഡിയം ഉണ്ട്, അല്ലെങ്കിൽ സിംഗിൾ ലോബോപോഡിയം എന്നും പറയാം. ലോബോപോഡിയം ഇതാണ് ലോബോപോഡിയം, അല്ലെങ്കിൽ ബ്രോഡ് സീഡോപോഡിയം. ഇത് ടെമ്പററി സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷനാണ് നമ്മൾ പറയുകയുണ്ടായി. അപ്പം അത് ടെമ്പററി സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ, അപ്പോൾ സിംഗിളായിട്ട് വരുന്നത് കൊണ്ട് നമുക്കിതിനെ മോണോപോഡിയൽ എന്ന് വിളിക്കാം. മോണോപോഡിയൽ. മോണോ മീൻസ് സിംഗിൾ. മോണോപോഡിയൽ. ഇനി ഇതിൻ്റെ സെൽ ഈസ് കവേർഡ് ബൈ, നിങ്ങൾക്ക് സെൽ വാൾ ആബ്സെൻ്റ് ആണ്, പെല്ലിക്കിൾ ആബ്സെൻ്റ് ആണ്. സെൽ വാൾ ഈസ് കവേർഡ് ബൈ ഒൺലി സെൽ മെമ്പറൈൻ ഓർ പ്ലാസ്മ മെമ്പറൈൻ. സെൽ നിർമ്മിച്ചിരിക്കുന്നത് സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പറൈൻ കൊണ്ടാണ്. ഇനി ഇതിനുള്ളിലായിട്ട് നമുക്ക് കാണാം സൈറ്റോപ്ലാസമാണ്. ഇത് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം കണ്ടെയ്ൻ 2 റീജിയൻസ് ഉണ്ട്. ഔട്ടർ എക്ടോപ്ലാസം, ഏറ്റവും വെളിയിലുള്ള റീജിയൻ ആണെങ്കിൽ ഇത് ഹയാലിൻ ഔട്ടർ ഹയാലിൻ എക്ടോപ്ലാസം ആൻഡ് ഇന്നർ ഗ്രാനുലാർ. ഇപ്പോൾ ഗ്രാനുൾസ് എല്ലാം കാണപ്പെടുന്നത് ഉള്ളിലാണ്, അതുകൊണ്ട് ഇന്നർ ഗ്രാനുലാർ എൻഡോപ്ലാസം. ഓർക്കുക. അപ്പോൾ ഔട്ടർ എക്ടോപ്ലാസം ആൻഡ് ഹയാലിനാണ്, സുതാര്യമാണ്. അതോടൊപ്പം തന്നെ ഉള്ളിൽ അത് ഗ്രാനുലാറാണ്. ഗ്രാനുലാർ മീൻസ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഗ്രാനുൾസ്. അപ്പോൾ എന്തെല്ലാം ഗ്രാനുൾസ് ഇതിനകത്തുണ്ടെന്ന് നോക്കാം. ഇനി എൻഡോപ്ലാസിനകത്ത് സിംഗിൾ ന്യൂക്ലിയസ് ഉണ്ട്. ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് സിംഗിൾ ന്യൂക്ലിയസ്. ഇതാണ് സിംഗിൾ ന്യൂക്ലിയസ്. ഇത് ന്യൂക്ലിയസ് ആണ്. And also besides single nucleus there we can find so many food vacuoles. ഇതാണ് ഫുഡ് വാക്യൂൾസ്. ഓർക്കുക, ഫുഡ് വാക്യൂൾസ്. ഇത് ഫുഡ് വാക്യൂൾസ് ആണ്. അപ്പം അതിനകത്ത് ഫുഡിൻ്റെ പ്രോസസ്സും ഡൈജഷനും അതേപോലെ അബ്സോർപ്ഷനും ഒക്കെ നടക്കാനുള്ള ഫുഡ് നമ്മൾ ആഹാര ഫേനങ്ങളെന്ന് പറയും. ഇനി അതോടൊപ്പം തന്നെ ഇത് RBC ആണ്, അല്ലെങ്കിൽ എറിത്രോസൈറ്റ് എന്ന് പറയും. RBC ഓർക്കുക. ഇനി RBC ഇത് ഫുഡ് വാക്യൂള്, ഇത് ന്യൂക്ലിയസ്. ഇനി ഫുഡ് വാക്യൂളിനകത്ത് ഫുഡുണ്ട്. ഫുഡെന്ന് പറയുന്നത് അതിനകത്ത് വീണ്ടും എന്തൊക്കെ ഉണ്ടാകാം? RBC ഉണ്ടാകാം. ഫുഡ് വാക്യൂളിനകത്ത് RBC, സെൽ ഡീബ്രിസ്, അതിൻ്റെ അവശിഷ്ടങ്ങൾ, സെല്ലിൻ്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതുണ്ടാകാം. ബാക്ടീരിയകളും ഉണ്ടാകാം. ഇതെല്ലാം ഈ ഫുഡ് വാക്യൂൾസിൽ ഉണ്ടാകാം. ഓക്കെ, അപ്പം നമ്മൾ മോർഫോളജി പറഞ്ഞു. അപ്പോൾ ഇതാണ് ശരിക്കും ട്രോഫോസോയിറ്റ് മെച്യൂർ ഫോമാണ്. ഇത് പ്രീസിസ്റ്റിക് ഫോമാണ്. ഇതിന് ന്യൂക്ലിയസ് ആണ്. ഇതാണ് കുറേ കൂടെ മെച്യൂർ സ്റ്റേജാണ്. അപ്പോൾ ഇതിനകത്ത് സിംഗിൾ ന്യൂക്ലിയസും അതോടൊപ്പം സൈറ്റോപ്ലാസവും ഉണ്ട്. ഇത് ഇൻഫെക്റ്റീവ് സ്റ്റേജാണ്. ഇത് സിസ്റ്റ് സ്റ്റേജാണ്. അത് നമ്മൾ പഠിക്കും. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് മോർഫോളജി കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ലൈഫ് ഹിസ്റ്ററിയാണ്, അല്ലെങ്കിൽ പാത്തനോജെനിസിറ്റിയാണ്. ഇത് രോഗകാരിയാണ്. ഇതുണ്ടാക്കുന്ന രോഗമാണ് അമീബിയാസിസ് ഓർ അമീബിക് ഡിസെൻട്രി. ഓർക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈഫ് ഹിസ്റ്ററി ആൻഡ് പാത്തനോജെനിസിറ്റി. Entamoeba histolytica is a pathogen because it causes a disease known as amoebic dysentery. Amoebic dysentery. അമീബിക് ഡിസെൻട്രി ഒരു അമീബിയാസിസ് എന്നൊക്കെ പറയും. അമീബിക് ഡിസെൻട്രി ഉണ്ടാക്കുന്നതാണിത്. ഇനി ഇതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ട്രോഫോസോയിറ്റ് നമ്മൾ പറഞ്ഞു, മെച്യൂർ ഫോംസ് എന്ന് പറഞ്ഞാൽ ട്രോഫോസോയിറ്റ് ആണ്. ട്രോഫോസോയിറ്റ് സെക്രീറ്റ് എൻസൈം ഹിസ്റ്റോലൈസിൻ.
ട്രോഫോസോയിറ്റ് എങ്ങനെയാണ് നമ്മുടെ ഇൻറ്റസ്റ്റൈനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഓർക്കുക, ട്രോഫോസോയിറ്റ് സെക്രീറ്റ്, അത് ഉൽപ്പാദിപ്പിക്കും എൻസൈം ഹിസ്റ്റോലൈസിൻ ഓർ സൈറ്റോലൈസിൻ. ഇത് എൻസൈമാണ്. ഇതിൻ്റെ പ്രത്യേകത വിച്ച് ഡിസോൾവ്സ് മ്യൂക്കോസൽ ലൈനിങ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഞാൻ പറഞ്ഞു ഇന്നർമോസ്റ്റ് ലെയറാണ് മ്യൂക്കോസ. അപ്പോൾ ഇത് ട്രോഫോസോയിറ്റ് ഹിസ്റ്റോലൈസിൻ അല്ലെങ്കിൽ സൈറ്റോലൈസിൻ എന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും. ദിസ് എൻസൈം ഡിസോൾവ്സ് മ്യൂക്കോസൽ ലൈനിങ് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസൽ ലൈനിങ്ങിനെ അത് ലയിപ്പിക്കും. അപ്പോൾ ലയിപ്പിക്കുമ്പം ആ മ്യൂക്കോസ സബ് മ്യൂക്കോസ വരുമ്പോഴത്തേക്ക് അവിടെ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്. അപ്പോൾ ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ബ്ലഡ്. അപ്പോൾ അത് ബ്ലഡുമായി കോണ്ടാക്റ്റിൽ ഏർപ്പെടും. ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ബ്ലഡ്. അപ്പോഴാണ് ഇറ്റ് ഫീഡ്സ്, അത് എന്ത് ആഹരിക്കാം, ഇറ്റ് ഫീഡ്സ് ഓൺ RBC, ബാക്ടീരിയ. ലാർജ് ഇൻറ്റസ്റ്റൈൻ ബാക്ടീരിയ ഉണ്ട്, പഠിച്ചിട്ടുണ്ട്, ഈക്കോളി ഉണ്ട്, ആൻഡ് ആൾസോ സെൽ ഡീബ്രീസ്, സെല്ലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആ സമയത്ത് അത് ആഹരിക്കാം. ഇനി ആ സമയത്ത് ഇറ്റ്സ് ആക്ടിവിറ്റി പ്രൊഡ്യൂസസ്, അപ്പോൾ ഇത് ഫീഡിംഗ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ വാസസ്ഥലമായി. അപ്പോൾ നോർമലി ഇറ്റ് ആക്ടിവിറ്റി പ്രൊഡ്യൂസസ് എ ലാർജ് നമ്പർ ഓഫ് സ്മാൾ അൾസേഴ്സ് ആൻഡ് നൊഡ്യൂൾസ്. അവിടെ ഇതിൻ്റെ ഈ എഫക്റ്റ് മൂലം ഇത് മ്യൂക്കോസൽ ലൈനിങ്ങിന് നാശമുണ്ടാവുകയും അത് എന്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും, പ്രൊഡക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് അൾസേഴ്സ്, വ്രണങ്ങൾ, ULCERS, അൾസേഴ്സ് ആൻഡ് ആൾസോ നൊഡ്യൂൾസ്. അപ്പോൾ വ്രണങ്ങളോ അല്ലെങ്കിൽ വീക്കങ്ങളോ ഒക്കെ അവിടെ രൂപം കൊള്ളും. അപ്പോൾ ഇതിലൂടെ തന്നെ ത്രൂ ബ്ലഡ് ഇറ്റ് ക്യാൻ റീച്ച് അതർ ഓർഗാൻ. വേണമെങ്കിൽ ഈ ബ്ലഡ് സ്ട്രീമിലൂടെ ത്രൂ ബ്ലഡ് the trophocytes can reach other organs, നമ്മുടെ ബോഡിയിലുള്ള മറ്റ് ഓർഗാൻസ് ആയ ലങ്സ്, ലിവർ, കിഡ്നീസ്, ബ്രെയിൻ എക്സെട്ര. അപ്പം മറ്റുള്ള അവയവങ്ങളിലേക്ക് ഈ ബ്ലഡ് സ്ട്രീമിലൂടെ ഇത് ബാധിക്കാം. ബാധിച്ചു കഴിഞ്ഞാൽ വേർ ഇറ്റ് ഫോംസ്, അവിടെ പസ് ഫിൽഡ് അബിസസ്, അവിടെ അവ എന്ത് രൂപം കൊള്ളാം, ദയർ ഇറ്റ് ഫോം പസ്. പസ് നമുക്കറിയാം, പഴുപ്പ് അടങ്ങിയിരിക്കുന്ന വ്രണങ്ങളുണ്ടാകാം. അബിസസ്, ABSCESSES, അബിസസ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഒക്കേഴ്സ്, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം അനുകൂലമായ സാഹചര്യം ആയതുകൊണ്ട് ഇറ്റ് ക്യാൻ മൾട്ടിപ്ലൈ. മൾട്ടിപ്ലിക്കേഷൻ ഒക്കേഴ്സ് ബൈ ബൈനറി ഫിഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഒക്കേഴ്സ് ബൈ ബൈനറി ഫിഷനാണ് ദ്വിവിഭജനം. അപ്പോൾ ഒരെണ്ണം രണ്ടായി മാറും. അപ്പോൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ ഒരുപാടുണ്ടാകും. അങ്ങനെയാണ് നൗ trophocytes divides to form. Now trophocyte divides to form മൈന്യൂട്ട്. ഓർക്കുക, വളരെ ചെറുതുള്ള, അതാണ് ആ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമാണ്. അതാണ് പ്രീസിസ്റ്റിക് ഓർ മൈന്യൂട്ട ഫോം. രണ്ട് ഫോം ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പറയുകയുണ്ടായി. അപ്പം രണ്ടാമത്തെ ഫോമായ പ്രീസിസ്റ്റിക് ഓർ മൈന്യൂട്ട ഫോം രൂപം കൊണ്ടു. ഓക്കെ, ഇനി അവിടെ വെച്ച് ഈ രൂപം കൊണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു അൺഫേവറബിൾ സീസണിലേക്ക് മാറുകയാണ്. ഇറ്റ് സെക്രീറ്റ്സ് തിക്ക് കവറിങ്. ആ സമയത്ത് അതൊരു തിക്ക് കവറിങ് സെക്രീറ്റ് ചെയ്യും. ഇതാണ് തിക്ക് കവറിങ് അല്ലെങ്കിൽ തിക്ക് വാൾ, ദസ് ഫോമിങ് എ സിസ്റ്റ്. അങ്ങനെയാണ് അത് സിസ്റ്റ് ഫോർമേഷനിലേക്ക് വരിക. എന്നാൽ ഈ സിസ്റ്റ് ഇമ്മച്വർ ഫോമിലാണെങ്കിൽ സിംഗിൾ ന്യൂക്ലിയസേ ഉണ്ടാകൂ. ഇമ്മച്വർ ഫോമിൽ സിംഗിൾ ന്യൂക്ലിയസ്, പിന്നെ ക്രൊമാറ്റോയിഡ് ബോഡീസ് ആൻഡ് ഫുഡ് റിസർവ്.
അപ്പം ഈ സിസ്റ്റ് ഇൻ immature form contains ഓർക്കുക സിംഗിൾ ന്യൂക്ലിയസ് ആണ്, ഒറ്റ മർമ്മമേ ഉണ്ടാകൂ. പിന്നെ ക്രൊമാറ്റോയിഡ് ബോഡീസ് അല്ലെങ്കിൽ ഗ്രാന്യൂൾസ് ആൻഡ് ഫുഡ് റിസർവ് ഓർക്കുക. ഇപ്പോൾ സിംഗിൾ ന്യൂക്ലിയസ്, ക്രൊമാറ്റോയിഡ് ബോഡി, ഫുഡ് റിസർവ് ഓർക്കണം. ഈ ക്രൊമാറ്റോയിഡ് ബോഡീസ് എന്ന് പറഞ്ഞാൽ അത് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ പഠിക്കും. DNA-യിൽ നിന്നും RNA ഉണ്ടാകും, RNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകും, DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. പിന്നെ RNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ഇതൊക്കെ നമ്മൾ മോളിക്കുലർ ജെനറ്റിക്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ബോഡീസ് എന്നാണ് അറിയുക, അല്ലാതെ വല്ല മറ്റുള്ള ഫങ്ഷൻസൊക്കെ ഇപ്പോഴും അൺനോൺ. ക്രൊമാറ്റോയിഡ് ബോഡീസ് എന്തായാലും ഇതിനകത്ത് സിംഗിൾ ന്യൂക്ലിയസ് ഉണ്ട്, ക്രൊമാറ്റോയിഡ് ബോഡീസ് ഉണ്ട്, റിസർവ് ഫുഡ് ഉണ്ട്. അത് ഇമ്മച്വർ സിസ്റ്റിലാണ്. ഇനി മെച്വർ സിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഓർക്കുക, മെച്വർ സിസ്റ്റിൽ ന്യൂക്ലിയസ് 4 എണ്ണമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് മെച്വർ സിസ്റ്റ്. ഇത് ടെട്രാ ന്യൂക്ലിയേറ്റഡ് ആണ് ഓർക്കുക. ഇത് 4 ന്യൂക്ലിയേറ്റഡ് ആണ്, 4 ന്യൂക്ലിയാണ്. അപ്പോൾ മെച്വർ സിസ്റ്റ് കണ്ടൈൻ, അപ്പം ഇമ്മച്വർ സിസ്റ്റാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ മെച്വർ സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ ടെട്രാ ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ആൻഡ് ഡിവോയിഡ് ഓഫ് ക്രൊമാറ്റോയിഡ് ബോഡീസ്. അപ്പോൾ അവിടെ ക്രൊമാറ്റോയിഡ് ബോഡീസ് ആബ്സെൻ്റ് ആണ്. ഡിവോയിഡ് മീൻസ് ആബ്സെൻറ്റ് ഓർക്കുക. അപ്പോൾ മെച്വർ സിസ്റ്റം ആകുമ്പോഴത്തേക്ക് 4 മർമ്മങ്ങൾ ഉണ്ടാകും, അതോടൊപ്പം തന്നെ ക്രൊമാറ്റോയിഡ് ബോഡീസും പിന്നെ ഫുഡ് റിസർവ്സ് ഒക്കെ ഉണ്ടാകാം. ഓക്കെ, ഇനി ഈ സിസ്റ്റ് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ സിസ്റ്റ് കം ഔട്ട്, അത് പുറത്തേക്ക് വരും ത്രൂ സ്റ്റൂളിലൂടെ ഓർക്കുക. നമ്മുടെ വിസർജ്യത്തിലൂടെ അത് പുറത്തേക്ക് വരും. സിസ്റ്റ് come out along with the stool ഓർക്കുക, സ്റ്റൂളിലൂടെ അത് പുറത്തേക്ക് വരും. ഇനി പുറത്തേക്ക് വരുന്ന സിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ മീൻ ഫോർ ഓവർകം അൺഫേവറബിൾ സീസൺ. അപ്പം പ്രതികൂലമായ കാലാവസ്ഥയെ ഓവർകം ചെയ്യാനുള്ള ഒരു മാർഗമാണ് ആക്ച്വലി സിസ്റ്റ് ഫോർമേഷൻ. വേണമെങ്കിൽ കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. It can overcome adverse condition or unfavorable season. They remain, for 10 days. അത് ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് നമുക്ക് പറയാം. They remain for 10 days. 10 ദിവസം വരെ ഇത് കേടുകൂടാതിരിക്കുമെന്നാണ്. ഇനി ഇതിൻ്റെ വയബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യപ്രാപ്തി നഷ്ടപ്പെടാൻ, ലോസ് വയബിലിറ്റി at 50 degrees centigrade and on desiccation, നിർജ്ജലീകരണം ഓർക്കുക. ഡീഹൈഡ്രേഷൻ ഡെസിക്കേഷനോ ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോ ഇതിൻ്റെ കാര്യപ്രാപ്തി സിസ്റ്റിന് ഇല്ലാതാകാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റ് ആർ ഇൻഫെക്റ്റീവ് സ്റ്റേജ്. അപ്പോൾ ഇത് കണ്ടാമിനേറ്റഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് ടെട്രാ ന്യൂക്ലിയേറ്റ് സിസ്റ്റാണ്. ഇപ്പോൾ ടെട്രാ ന്യൂക്ലിയേറ്റ് cysts are infective. അപ്പം എൻഡമീബയുടെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് എന്ന് വെച്ചാൽ സിസ്റ്റ് ഫോമാണ്. ഇനി ഇതെങ്ങനെ നമ്മുടെ ഇൻഡസ്റ്റൈനിലെത്തും? ദേ റീച്ച് ന്യൂ ഹോസ്റ്റ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ. കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ. കണ്ടാമിനേറ്റഡ് ഫുഡ് എന്ന സിസ്റ്റ് അടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പം നമുക്കറിയാം ഫുഡ് ഓർ വാട്ടർ ആകണമെന്നില്ല. നമ്മുടെ കൈകളിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നമ്മൾ ഫുഡ് അല്ലെങ്കിൽ വാട്ടർ അതുമായി ബന്ധപ്പെട്ട പാത്രങ്ങളോ അതോ അല്ലെങ്കിൽ അതിനകത്ത് വല്ല ഏത് മെറ്റീരിയൽസ് ആയാലും മതി, അതിലൂടെ ഈ സിസ്റ്റ് നമ്മുടെ ഇൻഡസ്റ്റൈനിലെത്താം. ഈ ഇൻഡസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ ദ സിസ്റ്റ് വാൾ, ഇത് തിക്ക് വാളാണ്. ഇതിനെ
പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെയറാണ്. അപ്പോൾ ഈ തിക്ക് വാള് ഡൈജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഡിസോൾവ് ചെയ്യും. അത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പാൻക്രിയാറ്റിക് എൻസൈംസ് ഉണ്ട്, അതാണ് ട്രിപ്സിൻ. അപ്പോൾ സിസ്റ്റ് വാൾ ഡിസോൾവ്സ് ഇൻ ആൽക്കലൈൻ മീഡിയം. ഡൈജഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ പാൻക്രിയാറ്റിക് എൻസൈമിൻ്റെ റിയാക്ഷൻ ആൽക്കലിനിറ്റിയാണ്. അപ്പം അവിടുത്തെ ട്രിപ്സിൻ എന്ന എൻസൈം ആൽക്കലൈൻ മീഡിയമാണ് കൊടുക്കുക. അപ്പോൾ ആ ആൽക്കലൈൻ മീഡിയത്തിൽ മീഡിയം ബൈ എൻസൈം ട്രിപ്സിൻ. അപ്പോൾ ട്രിപ്സിൻ എന്ന എൻസൈമിൻ്റെ റിയാക്ഷൻ അത് ആൽക്കലൈൻ മീഡിയമാണ്, ഈ സിസ്റ്റ് വാൾ ഡിസോൾവ് ചെയ്യും. ഓർക്കുക, ഡിസോൾവ് ചെയ്തിട്ട് അത് ആക്റ്റീവ് ഫോമായി മാറും. ആ ആക്റ്റീവ് ഫോമിനെ വിളിക്കുന്ന പേരാണ് മെറ്റാസിസ്റ്റ്. അപ്പോൾ ഇറ്റ് റിലീസസ് മെറ്റാസിസ്റ്റ്. അത് മെറ്റാസിസ്റ്റായിട്ട് രൂപം പ്രാപിക്കുന്നു. ഇനി ഈ മെറ്റാസിസ്റ്റ് അണ്ടർഗോസ് വൺ ന്യൂക്ലിയർ ഡിവിഷൻ. ഇത് ടെട്രാന്യൂക്ലിയേറ്റ് സ്റ്റേജ് ആണ്, വൺ ന്യൂക്ലിയർ ഡിവിഷൻ. ഓർക്കുക, അപ്പം 4 ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുമ്പോൾ അത് 8 ന്യൂക്ലിയായി മാറും. ഇറ്റ് അണ്ടർഗോസ് 1 ന്യൂക്ലിയർ ഡിവിഷൻ ആൻഡ് 4 cytokinesis മീൻസ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. cytokinesis to produce. അങ്ങനെ 8 ട്രോഫോസോയിഡ്സ് രൂപം കൊള്ളും. ഓർക്കുക, അപ്പോൾ സിസ്റ്റ് വീണ്ടും ട്രോഫോസോയിറ്റായിട്ട് രൂപാന്തരപ്പെട്ടു. അപ്പോൾ ആക്റ്റീവ് ഫോം വന്നു. ദിസ് ഈസ് ദ ലൈഫ് സൈക്കിൾ. നമ്മൾ പറഞ്ഞു ഇവിടെ തൊട്ടാണ് ലൈഫ് സൈക്കിൾ തുടങ്ങുന്നത്. അത് വീണ്ടും അത് സിസ്റ്റ് ഫോമായി. ഇപ്പോൾ ട്രോഫോസൈറ്റ് ഇൻഫെക്റ്റീവ് സ്റ്റേജിൽ വന്നു. അത് വീണ്ടും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടന്നു, അത് സിസ്റ്റായി മാറി, അത് വെളിയിൽ വന്നു. വീണ്ടും കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടറിലൂടെ ഇൻറ്റസ്റ്റൈനിൽ വന്നു. എന്നിട്ട് ആ സിസ്റ്റ് എന്തായി മാറി? സിസ്റ്റ് വാൾ ഡിസോൾവ് ആൽക്കലൈൻ മീഡിയം ബൈ ദ എൻസൈം ട്രിപ്സിൻ. then അത് മെറ്റാസിസ്റ്റായി മാറി. ഇനി അതിനകത്ത് ന്യൂക്ലിയർ ഡിവിഷൻ നടന്നു, വീണ്ടും അത് ട്രോഫോസോയിറ്റായി മാറി. വീണ്ടും അതിൻ്റെ ലൈഫ് സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ലൈഫ് സൈക്കിൾ. ഓർക്കുക. ഇനി ഇതിൻ്റെ സിംറ്റം നമ്മൾ പറഞ്ഞു, ഇത് ഉണ്ടാക്കുന്ന രോഗമാണ് അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ അമീബിയാസിസ്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സിംറ്റംസ്. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, സിംറ്റംസ്. ഇപ്പോൾ സാധാരണ നമുക്കറിയാം അബ്ഡോമിനൽ ഡിസീസ് ഉണ്ടാകുന്ന സിംറ്റം തന്നെയാണ്. ഒന്ന് ഡയറിയ, അതിനകത്ത് ചിലപ്പം ബ്ലഡ് ഉണ്ടാകാം, ബ്ലഡി ഡയറിയ, വയറിളക്കം നമ്മൾ പറയും. പിന്നെ സ്റ്റൊമക്ക് പെയിൻ, വയറുവേദന. പിന്നെ അടുത്തത് ക്രാമ്പിങ്. ക്രാമ്പിങ് എന്ന് വെച്ചാൽ മലത്തടസ്സം എന്ന് പറയും, ക്രാമ്പിങ്. പിന്നെ പെരട്ടൽ, നമ്മൾ ഓക്കാനോ, അങ്ങനെയൊക്കെയാണ്. പിന്നെ ലോസ് ഓഫ് ആപ്റ്റൈറ്റ്, വിശപ്പില്ലായ്മ, ലോസ് ഓഫ് ആപ്റ്റൈറ്റ്. പിന്നെ ഫീവർ, പനി. ഇതുമായി പനിയും ഉണ്ടാകും. അപ്പോൾ ദീസ് ആർ ദ സിംറ്റംസ് ഓഫ് അമീബിക് ഡിസെൻറ്ററി ഓർ അമീബിയാസിസ്. ഡയറിയ, സ്റ്റൊമക് പെയിൻ, ക്രാമ്പിങ്, നോസിയ, ലോസ് ഓഫ് ആപ്റ്റൈറ്റ്, ഫീവർ. ഇനി നമുക്ക് പ്രൊഫൈലാക്റ്റിക് മെഷേഴ്സ്, ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം? ഓർക്കുക, പ്രൊഫിലാക്റ്റിക് മെഷേഴ്സ്. നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? ഇത് ശരിക്കും ഒരു പാത്തോജനാണ്, നമുക്ക് രോഗമുണ്ടാക്കും. അപ്പോൾ ഒന്ന് ഇത് തന്നെയാണ്, കണ്ടാമിനേഷനിലൂടെയാണ് നമ്മൾ ഇത് ബാധിക്കുന്നത്. അപ്പോൾ ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ ആണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ, ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈജീൻ ആൻഡ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഓർക്കുക, ദിസ് മേ പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് ഓർ വാട്ടർ. ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ, ഹൈജീൻ ഓർ വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ദിസ് മേ പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് ഓർ വാട്ടർ. ഇനി അതല്ല, ഇതിനകത്ത് വരികയാണെങ്കിൽ എഫക്റ്റീവ് ഡ്രഗ്സ് ഓർ ട്രീറ്റ്മെൻറ്റ് ഓഫ് അമീബിയാസിസ് ഉണ്ട്. എഫക്റ്റീവ് ഡ്രഗ്സ്, മരുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ട്രിനിഡസോൾ, ടീനിഡസോൾ ആൻഡ് മെട്രോനിഡസോൾ. ഓർക്കുക, tinidazole and metronidazole. These are drugs
that is used against amoebiasis or amoebic dysentery. അമീബിക് ഡിസെൻട്രിക്കെതിരായിട്ട് ഉപയോഗിക്കാവുന്ന 2 ഡ്രഗ്സ് ആണിത്, ഓർക്കുക. അപ്പോൾ നമ്മൾ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഓർക്കുക, ഇപ്പോൾ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക നമ്മൾ കവർ ചെയ്തു. അടുത്തത് ട്രിപ്നോസോമ ഗാംബിയൻസ് ആണ്, പിന്നെ പ്ലാസ്മോഡിയം വിവാക്സ്. അത് നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ അത് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക.